നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ ഒരു കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ ക്ഷേമ വികസന പദ്ധതികളും ഇനി ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളും കേരള വിഷൻ ന്യൂസിന്റെ എൻ്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് തൃശൂർ ജില്ലയിലെ വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കൊച്ചപ്പൻ വടക്കനാണ്. എല്ലാവർക്കും എൻ്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പഞ്ചായത്തിൻ്റെ ഇന്നത്തെ യാത്ര തൃശ്ശൂർ ജില്ലയിലേക്കാണ്. ചാവക്കാട് താലൂക്കിൽ തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമാണ് വെങ്കിടങ്ങ്. കോൾനിലങ്ങളും കനാലും ഒക്കെ ചേർന്ന് മനോഹരമായ ഭൂപ്രകൃതി കൂടി വെങ്കിടങ്ങ് പഞ്ചായത്തിൻ്റെ പ്രത്യേകതയാണ്. വെങ്കിടങ്ങ് പഞ്ചായത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ നമുക്കൊപ്പമുണ്ട്. നമസ്കാരം കൊച്ചപ്പൻ. പഞ്ചായത്തിന്റെ പൊതുവായ സവിശേഷതകൾ, പ്രത്യേകിച്ചും ഭൂപ്രകൃതി തന്നെയാണ് പഞ്ചായത്തിനെ വേറിട്ടതാക്കുന്നത്. ഒരു വശത്ത് തീരദേശവും അതോടൊപ്പം തന്നെ കോൾനിലങ്ങളും അതിരിടുന്ന ഒരു പഞ്ചായത്താണ്. പൊതുവായ പഞ്ചായത്തിന്റെ സവിശേഷതകൾ, ആ സവിശേഷതകളെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ, അവയെല്ലാം ഒന്ന് വിശദമാക്കാമോ? വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിന് 17 വാർഡുകളാണുള്ളത്. അതിൽ 4 വാർഡുകൾ തീരദേശ മേഖലയിലും ബാക്കി 4 വാർഡുകള് കോൾ മേഖല, കിഴക്കൻ മേഖലയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പഞ്ചായത്താണ്. 2000-ൽ പരം ഏക്കർ നെൽകൃഷി നടത്തുന്ന പാടങ്ങളാണ് ഈ മേഖലയിൽ ഉള്ളത്. 7 പാടശേഖര സമിതികളായിട്ടാണ് ആ പാടശേഖര സമിതികളില് നെൽകൃഷി ഇറക്കുന്നത്. പഞ്ചായത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സവിശേഷത, ഇപ്പോൾ വളരെ അടുത്തായിട്ടാണ് 2023-23 മഹാത്മാ പുരസ്കാരം പഞ്ചായത്തിന് ലഭിച്ചത്. തൊഴിലുറപ്പിൽ ജില്ലയിൽ ഒന്നാമതായി, തൃശ്ശൂർ ജില്ലയിൽ 1-ാം സ്ഥാനം നേടിക്കൊണ്ടാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഈ നേട്ടത്തിന് പിന്നിലെ പ്രവർത്തനങ്ങൾ, തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട എങ്ങനെയായിരുന്നു, ആ ഒരു തൊഴിലുറപ്പിന്റെ ആസൂത്രണം എങ്ങനെയായിരുന്നു എന്നത് വിശദമാക്കാമോ? അതായത് നമ്മുടെ വെങ്കിടങ്ങ് പഞ്ചായത്തിൽ 3000-ൽ മേലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1500-ൽ പരം തൊഴിലാളികള് സ്ഥിരമായി 17 വാർഡുകളിലായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അവിടെ പറമ്പുകളുടെ പണികള്, കുളം കുഴിക്കല്, അതുപോലെ റോഡ് കോൺക്രീറ്റിങ്, അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് അവര് നേതൃത്വം നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വർഷം 2,41,00,000 രൂപയാണ് മൊത്തം നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചത്. അതിന്റെ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ മേഖലയിൽ സംഖ്യ ചെലവഴിച്ചതിന്റെ പേരിൽ നമുക്ക് അവാർഡിന് അർഹത നേടിയത്. കൂടാതെ 460ഓളം തൊഴിലാളികൾ 100 ദിവസം പിന്നിടുകയും ചെയ്തിട്ടുണ്ടാണ്. ഭിന്നശേഷിക്കാരായവരും ഈ മേഖലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. അതിനുവേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയും തൊഴിലുറപ്പ് വിഭാഗവും തൊഴിലുറപ്പ് തൊഴിലാളികളും ഒറ്റക്കെട്ടായിട്ടാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂട്ടുനിൽക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ വിജയത്തോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് 100% ഡിജിറ്റലി സാക്ഷരത കൈവരിച്ച പഞ്ചായത്താണ് വെങ്കിടങ്ങ് എന്നുള്ളത്. സർക്കാരിൻ്റെ ഡിജിറ്റൽ കേരളം പദ്ധതി, അല്ലെങ്കിൽ ഡിജി കേരളം പദ്ധതി വളരെ ഫലപ്രദമായി പഞ്ചായത്തിന് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മുഴുവൻ ജനങ്ങളെയും ഡിജിറ്റൽ മേഖലയിലേക്ക് എത്തിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞത്? പ്രത്യേകിച്ചും അതിന് വിമുഖത കാണിച്ച ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരെയും ഡിജിറ്റലി സാക്ഷരരാക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പഞ്ചായത്ത് നടത്തിയ ഇടപെടലുകൾ എന്തെല്ലാമാണ്? ഇതിനായിട്ട് നമ്മള് പഞ്ചായത്ത് വളരെ എല്ലാ മെമ്പർമാരും അതാത് വാർഡുകളിലെ യുവാക്കളെ യുവതികളെയും ഈ പരിപാടിയിലേക്ക് വേണ്ടി ക്ഷണിക്കുകയും ഒരുപാട് പേർ സന്നദ്ധ അറിയിച്ചിട്ട് അവരോട് എത്തിച്ചേരുകയും, കൂടാതെ നമ്മുടെ CDS കുടുംബശ്രീ അംഗങ്ങളും സംയുക്തമായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് സമ്പൂർണ്ണ ഡിജി പഞ്ചായത്തായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്. അതിൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് അവര് കാഴ്ചവെച്ചത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും പ്രായമായ ആളുകൾ പലപ്പോഴും ഈ ഒരു ഡിജിറ്റൽ കാര്യങ്ങൾ പഠിക്കുന്നതിനും മറ്റും ഒരു വലിയ താല്പര്യക്കുറവ് അവർക്കിടയിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ കേരളത്തിൻ്റെ ക്യാമ്പുകൾ നടത്തുകയുണ്ടായിരുന്നു എന്ന് പറയുകയുണ്ടായി. ഇത്തരം ക്യാമ്പുകളിലേക്ക് ഈ പ്രായമായ ആളുകളെ കൂടി എത്തിക്കാൻ സാധിച്ചത് എങ്ങനെയാണ്? പ്രായമായ ആളുകളെ ഇവിടേക്ക് ക്യാമ്പുകളിലേക്ക് എത്തിക്കാൻ പറ്റാത്തവരെ അവരുടെ വീടുകളിൽ പോയിട്ട് അവർക്ക് അവിടെ ക്ലാസ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മുഴുവൻ പ്രായമായവരെയും പഞ്ചായത്തിലേക്ക് എത്തിച്ചിട്ടില്ല.
ചെറുപ്പക്കാരാണ് കൂടുതൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവര്. മറ്റുള്ളവരെ അവരുടെ വീടുകളിൽ അതായത് വാർഡിലെ CDS ADS മെമ്പർമാരും ഇതിനോട് താല്പര്യപ്പെട്ട യുവജനങ്ങളും അവരെ കണ്ട് അവരെ അവിടെ കാര്യങ്ങൾ കൂടുതലും ഈ തൊഴിലുറപ്പ് മേഖലയിൽ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കാനാണ് കൂടുതൽ ശ്രദ്ധ കാണിച്ചിട്ടുള്ളത്. പഞ്ചായത്തിന്റെ ഈ വർഷത്തെ ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുകയാണ്. ഏതെല്ലാം മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് ഇക്കുറി പഞ്ചായത്ത് മുന്നോട്ട് വച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഈ പ്രാധാന്യം കൊടുക്കേണ്ട മേഖലകളെ തിരഞ്ഞെടുക്കുന്നത്? അത് നടപ്പാക്കുന്നതിന് നടപടിക്രമങ്ങൾ അതെല്ലാം എന്താണ്? നമ്മുടെ 2025-26 ബഡ്ജറ്റ് നമ്മള് അതിന് മുഖ്യമായിട്ടും അതില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലൈഫ് ഭവന പദ്ധതിയാണ്. അതിനുവേണ്ടി മാത്രം 2 കോടി രൂപ വക കൊള്ളിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഇനിയും വീടുകളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു പഞ്ചായത്തായിട്ടാണ് നമ്മുടെ വെങ്കിടങ്ങ് പഞ്ചായത്ത്. അപ്പൊ വീടിനെ പ്രാമുഖ്യം നൽകിക്കൊണ്ട് 2 കോടി രൂപ അതിനായി വകയിരുത്തുകയും കൂടാതെ കാർഷിക മേഖല ഞാൻ നേരത്തെ പറഞ്ഞു 2000-ൽ പര ഏക്കർ കൃഷിഭൂമിയുള്ള നെൽകൃഷിയുള്ളതും അതിനോടൊപ്പം തന്നെ തെങ്ങ് കൃഷിയുമുള്ള മേഖലയാണ് വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത്. അതിന് ഊന്നൽ നൽകിക്കൊണ്ട് കാർഷിക മേഖലയ്ക്കും നല്ലൊരു സംഖ്യ നമ്മൾ വകകൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയിലെ ഇതുവരെയുള്ള പൂർത്തീകരണത്തിന് ശേഷം തുടർ പ്രവർത്തനത്തിനായിട്ടും ആവശ്യമായ ഫണ്ടുകൾ വകകൊള്ളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടിയന്തരമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ജനങ്ങളുടെ റോഡ് സൗകര്യങ്ങൾ അതിനും പഞ്ചായത്ത് ഫണ്ടും അതുപോലെ തന്നെ മറ്റ് ഏജൻസികൾ വഴി ലഭിക്കുന്ന മുഴുവൻ ഫണ്ടും വെച്ച് ഏകദേശം 3 കോടി രൂപയോളം ആ ഇനത്തിലേക്കും നമ്മൾ പദ്ധതി പ്രഖ്യാപിച്ചിട്ടാണ് ബഡ്ജറ്റ് അവതരണം പൂർത്തീകരിച്ചിട്ടുള്ളത്. തീരദേശവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒരു വശത്ത് ഏതാനും 4-5 വാർഡുകൾ തീരദേശ മേഖലയിൽ വരുന്ന ഒരു പഞ്ചായത്താണ് വെങ്കിടങ്ങ് പഞ്ചായത്ത്. തീരദേശവുമായി ബന്ധപ്പെട്ടും മറ്റും ടൂറിസത്തിന് നിരവധി സാധ്യതകൾ തുറന്നിടുന്ന ഒരു പ്രദേശം കൂടിയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ പ്രാദേശികമായി ടൂറിസത്തെ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഉണ്ടായി വരുന്ന ഒരു സാഹചര്യത്തിൽ ടൂറിസം മേഖലയിൽ പഞ്ചായത്ത് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? എന്തെങ്കിലും ഈ പ്രാദേശിക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട നടപടികൾ എടുക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ടോ? ടൂറിസം മേഖലയിലെ പഞ്ചായത്ത് കടന്നു പോയിട്ടില്ല, ചെന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിന്റെ നെഹ്റു പാർക്ക് നിലവിലെ പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട ഭൂമിയായിരുന്നെങ്കിലും ഇന്ന് അത് DTPCയുടെ കയ്യിലാണ്. അവരാണ് അവിടെ പാർക്കും അതുപോലെ തന്നെ പുഴയോര സഞ്ചാരത്തിനായിട്ട് ബോട്ട് സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് നേരിട്ട് ഇത്തരം ടൂറിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടില്ല. അതിന് പുറമെ അവിടെ സ്വകാര്യ റിസോർട്ടുകളും നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അവരുടേതായ ബോട്ട് സർവീസുകളും നിലവിലുണ്ട്. അപ്പൊ അതെല്ലാം ഇവിടെ ആവശ്യത്തിലധികമുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് ടൂറിസം മേഖലയിലേക്ക് കാര്യമായ പുരോഗതി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 2000-ലേറെ ഏക്കർ കൃഷി തന്നെയുള്ളൊരു പഞ്ചായത്താണ്. കോൾപ്പാട ശേഖരങ്ങളാണ് പ്രധാനമായും ഒരു അതിര് കോൾപ്പാട ശേഖരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കൃഷി മേഖലയിൽ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് എന്തെല്ലാമാണ്? പ്രത്യേകിച്ചും കന്നുകാലി വിതരണം, അതുപോലെ തന്നെ കൃഷിക്ക് പുതിയ നൂതന രീതികൾ ഉപയോഗിക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ കോൾപ്പാട ശേഖരങ്ങൾ സംരക്ഷിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? കോൾ മേഖലയിലെ ഇപ്പോ നിലവിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് വെങ്കിടങ്ങ് പഞ്ചായത്ത് അതിർത്തിയിലാണ് ഏനാമക്കൽ റെഗുലേറ്ററും ഇടിയഞ്ചിറ റെഗുലേറ്ററും. ഈ 2 റെഗുലേറ്ററുകളും തൃശ്ശൂർ ജില്ലയിലെ തന്നെ അധികമായി വരുന്ന വെള്ളത്തെ തുറന്നുവിടാൻ വേണ്ടിയാണ്. ഈ 2 റെഗുലേറ്ററുകളും നിലവിൽ കേടുവന്ന് അതിന്റെ റിപ്പയറിംഗ് പരിപാടികൾ ഇപ്പോ ഇടിയഞ്ചിറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏനാമാവ് റെഗുലേറ്ററിന്റെ പണി ടെൻഡർ എടുത്തെങ്കിലും ഇതുവരെ പണി തുടങ്ങിയിട്ടില്ല. ഇതുകൊണ്ട് എന്തുണ്ടാവുന്ന പറഞ്ഞാൽ കാർഷിക മേഖലയിലെ ഉപ്പുവെള്ള ഭീഷണി നേരിട്ട് കാർഷിക മേഖലയിലേക്ക് ഒരു 3 വർഷത്തോളമായിട്ട് നെൽകൃഷി വളരെ മോശമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോ. കാരണം ഇത്
അധിക വെള്ളം വരുമ്പോ തുറന്നു വിടാനും പുളിവെള്ളം വരുമ്പോ ഷട്ടർ താഴ്ത്തിയിട്ട് വെള്ളത്തിനെ തടയാനുള്ള സംവിധാനം നിലവിൽ ഇന്നുള്ളത് മാനുവലായി ചെയ്തിട്ട് പൊക്കുന്നതും താഴ്ത്തുന്നതുമാണ്. ഇതിന്റെ എല്ലാം മിഷനറി കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഏകദേശം എനാമാക്കൽ റെഗുലേറ്ററിന് 8 കോടി രൂപയോളവും ഇടിയഞ്ചിറ റെഗുലേറ്ററിന് 5 കോടി രൂപയോളം സർക്കാർ പദ്ധതി അനുവദിച്ച് ടെൻഡർ നടപടികൾ മുന്നോട്ട് പോയി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ ഇടിയഞ്ചിറ പദ്ധതി ഏകദേശം ഒരു 60% പൂർത്തീകരിച്ചിട്ടുണ്ട്. എനാമാവ് റെഗുലേറ്ററിന്റെ പണി ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. അവരുടെ കോൺട്രാക്ടർമാർ തമ്മിലുള്ള ഒരു കേസുമായി അത് നീണ്ടു കിടക്കുകയാണ്. ഈ 2 പദ്ധതി പൂർത്തീകരിച്ചാലാണ് കാർഷിക മേഖലയിലേക്കുള്ള ഉപ്പുവെള്ളത്തിന്റെ ഭീഷണി തടഞ്ഞ് കൃഷി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. കൃഷിയോടൊപ്പം തന്നെ ജലസേചനത്തിന്റെ കാര്യം കൂടി ചേർത്ത് ചോദിക്കേണ്ടതുണ്ട്. തീരദേശ മേഖലകളിൽ പൊതുവായി കുടിവെള്ളത്തിന്റെ അല്ലെങ്കിൽ ശുദ്ധജലത്തിന്റെ ക്ഷാമം അനുഭവപ്പെട്ടു വരാറുണ്ട്. പഞ്ചായത്തിന്റെ പരിധിയിൽ, തീരദേശത്തിന്റെ പരിധിയിൽ വരുന്ന വാർഡുകളിൽ കൃത്യമായി ജലലഭ്യത ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ടോ? അത് കൃഷിയുടെ ആവശ്യത്തിനായാലും അതുപോലെ തന്നെ കുടിവെള്ളം പോലുള്ള ആവശ്യത്തിനായാലും ഒരു ജലലഭ്യത ഉറപ്പുവരുത്താനായി പഞ്ചായത്ത് എന്തെല്ലാമാണ് ചെയ്യുന്നത്? കുടിവെള്ളം ഒരു 3 കൊല്ലം മുന്നേ വരെ ഏറ്റവും രൂക്ഷമായ പ്രദേശങ്ങളായിരുന്നു തീരദേശ വാർഡുകൾ. എന്നാൽ ജലജീവൻ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ 3 ഘട്ടങ്ങളിലായി ഏകദേശം 17 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിലെ 90% കുടുംബങ്ങൾക്കും കുടിവെള്ള പൈപ്പുകൾ എത്തിക്കഴിഞ്ഞു. ആ ഒരു ഇനത്തില് ഇപ്പൊ കുടിവെള്ളത്തിന്റെ പ്രശ്നം ആരുടെ ഭാഗത്തുനിന്നും കാര്യമായിട്ടില്ല. ഇനി ഏതാനും ഒരു 10% കൊടുക്കാനുള്ളത് PWD റോഡിലുള്ള കണക്ഷൻ കൊടുക്കാനുള്ള അനുമതി കിട്ടാത്തത് കൊണ്ട് മാത്രമാണ്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ 100% കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ച ഒരു പഞ്ചായത്താണ് വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത്. കുടിവെള്ളത്തോടൊപ്പം തന്നെ ഗതാഗത മേഖല കൂടി വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ്. ഇത്തരത്തിൽ ഇപ്പോൾ കടലാക്രമണവും കള്ളക്കടൽ പ്രതിഭാസവും ഒക്കെ നിരന്തരം ഉണ്ടാവാറുള്ള ഒരു സാഹചര്യത്തിൽ തീരദേശ റോഡ് പോലുള്ള നവീകരണങ്ങൾ അല്ലെങ്കിൽ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഇത്തരത്തിൽ സമയബന്ധിതമായി റോഡിന്റെ നവീകരണം നടത്താൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? റോഡ് നവീകരണത്തിന്റെ കാര്യത്തില് അല്പം കുറവ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 17 കോടി രൂപയോളം ചെലവ് ചെയ്ത് ജലജീവൻ പൈപ്പിടൽ പദ്ധതി നടപ്പിലാക്കിയത് കൊണ്ട് പഞ്ചായത്തിലെ കുറച്ച് റോഡുകളൊക്കെ കേടുവന്നിട്ടുണ്ട്. ആദ്യകാലത്ത് പൊളിച്ച റോഡുകളാണ് പദ്ധതിയുടെ ഭാഗമായി ഫില്ലിംഗ് പരിപാടി നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവര് പൈപ്പിട്ട് പോകുന്ന രീതിയായിരുന്നു. 2ാം ഘട്ടത്തിൽ പൊളിച്ച റോഡുകളിലെ ഫില്ലിംഗ് പരിപാടികൾ കഴിച്ച് പോയിരുന്നെങ്കിലും 3ാം ഘട്ടത്തിൽ പണികൾ നടത്തിയ റോഡുകളെല്ലാം ആ പൊളിച്ച ഭാഗം ഫില്ലിംഗ് ചെയ്ത് ടാറിംഗ് ഉൾപ്പെടെ പൂർത്തീകരിച്ച രീതിയിലായിരുന്നു പണി പൂർത്തീകരിച്ചത്. എന്നിരുന്നാലും ഈ പൈപ്പ് ലൈനിന്റെ ഭാഗമായിട്ട് കുറെ റോഡുകൾ നമ്മുടെ വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിലെ കേടുവന്നിട്ടുള്ളത് ഇന്നും ഉണ്ട്. അതെല്ലാം പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചും അതുപോലെ MLA ഫണ്ട്, MP ഫണ്ട്, ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് എന്നിവ ഉപയോഗിച്ച് നല്ല രീതിയിൽ പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമം ഈ വർഷം നടത്തുന്നുണ്ട്. അത് പൂർത്തീകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഭരണസമിതിക്കുള്ളത്. വെങ്കിടങ്ങ് പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ആ ഒരു ക്യാമ്പയിൻ വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പഞ്ചായത്താണ്. പഞ്ചായത്തിന്റെ ശുചിത്വ പദവി പ്രഖ്യാപനമെല്ലാം ഈ അടുത്താണ് കഴിഞ്ഞത്. അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജന മേഖലയിൽ കൃത്യമായി മാലിന്യ സംസ്കരണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കി വെക്കുന്നതിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്? പഞ്ചായത്തിലെ 17 വാർഡുകളിൽ നിന്നും 2 പേരെ വീതം എടുത്ത് ഹരിത കർമ്മസേന രൂപീകരിച്ച് ഏകദേശം 34 പേരെ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൂടാതെ പഞ്ചായത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു MCF നമ്മള് പഞ്ചായത്തിലെ പണി പൂർത്തീകരിച്ച് അതില് സ്റ്റോക്ക് ചെയ്തിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു 10 വാർഡുകളിലെ മിനി MCFും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങള് എല്ലാം വളരെ ചിട്ടയോടുകൂടി മാസത്തിൽ
ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് കൃത്യമായ ഒരു കലണ്ടറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് പ്രവർത്തനം ഏകോപിച്ചു കൊണ്ടുപോകുന്നത്. അവരുടെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. പഞ്ചായത്തിൻ്റെ ആരോഗ്യ മേഖലയിലേക്ക് വരികയാണെങ്കിൽ ഹോമിയോ ഡിസ്പെൻസറികളും അതുപോലെ തന്നെ PHC, FHC പോലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുമെല്ലാം മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ പരിചരണം നൽകുക, അതുപോലെ തന്നെ കൃത്യമായി മെഡിക്കൽ ക്യാമ്പുകൾ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ടോ? പഞ്ചായത്തിന്റെ PH സെന്റർ പാടൂര് പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൂടാതെ ആയുർവേദ ഡിസ്പെൻസറിയും ഹോമിയോ നമ്മുടെ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്. കിടപ്പ് രോഗികൾക്കുള്ള പാലിയേറ്റീവ് പരിചരണം നമ്മൾ പഞ്ചായത്തിന്റെ ഇതിലെ PH സെന്ററിലേക്ക് ഒരു നേഴ്സിനെ വെച്ചുകൊണ്ട് ആഴ്ചകളിൽ ഒരു ദിവസമെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുള്ള രോഗികളെ നേരിൽ കണ്ട് അവർക്ക് ആവശ്യമായ മരുന്ന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ പേരുടെ വീടുകളിലും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള രോഗികളെ കണ്ടെത്തിയിട്ട് അവരുടെ കാര്യങ്ങളിൽ ഓരോ ആഴ്ചകളിലും നേരിട്ട് നേഴ്സ്, അതിന്റെ അസിസ്റ്റന്റുമാര് ഇവരെല്ലാവരും ഒരുമിച്ച് പോയി അവർക്ക് ആവശ്യമായ പരിചരണം നൽകി പോയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അംഗനവാടികൾ സ്മാർട്ട് അംഗനവാടികളാക്കുന്നതും അതുപോലെ തന്നെ പഞ്ചായത്തിലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ച് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ടോ? പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലെ ഒരു UP സ്കൂളും പിന്നെ ഒരു LP സ്കൂളും മാത്രമേ ഉള്ളൂ. UP സ്കൂളിൽ സ്വന്തമായ പഞ്ചായത്തിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അതിനാവശ്യമായ പ്രവർത്തനങ്ങളും സ്മാർട്ട് ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ രണ്ടാമത് നമ്മുടെ കയ്യിലുള്ള LP സ്കൂള് നമ്മുടെ സ്വന്തം സ്ഥലത്തല്ല, ഒരു ട്രസ്റ്റിന്റെ പേരിലുള്ള സ്ഥലത്താണ് അത് പ്രവർത്തിച്ചു വരുന്നത്. അവിടെ കൂടുതൽ പ്രവർത്തനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് അത് വിദ്യാഭ്യാസ മേഖലയിലുള്ള ആ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തി പോരുന്നുണ്ട്. കൂടുതലായിട്ട് അതിലെ പഞ്ചായത്തിനെ സ്മാർട്ട് ക്ലാസ് ആക്കാനോ കെട്ടിടം പണിയാനോ നമുക്ക് നിർവാഹമില്ലാത്തൊരവസ്ഥയാണ്. എന്നിരുന്നാലും ഈ ഭരണസമിതി ആ സ്ഥലം എടുക്കാനുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടുന്ന മുറയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു LP സ്കൂളായിട്ട് അതിനെ പ്രവർത്തിപ്പിക്കാൻ പഞ്ചായത്തിന് സാധിക്കും. അതിനുവേണ്ടി ജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോട് മാത്രമേ നമുക്കത് ഏറ്റെടുക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ പല മേഖലകളിൽ അറിയിച്ചിട്ടുണ്ട്. പലരും അതിനെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സ്ത്രീ ശാക്തീകരണ രംഗത്തേക്ക് വരികയാണെങ്കിൽ കുടുംബശ്രീ വഴിയും അതുപോലെ തന്നെ അയൽക്കൂട്ടം പോലുള്ള പ്രസ്ഥാനങ്ങൾ വഴിയും സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്നതും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതും അടക്കമുള്ള പദ്ധതികൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ടോ? ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ പോലെ സ്ത്രീകൾക്ക് ഒരു സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി എന്തെല്ലാം പദ്ധതികളാണ് പഞ്ചായത്ത് നടത്തുന്നത്? പഞ്ചായത്തിന്റെ 17 വാർഡുകളിലെ ഏകദേശം 250-ൽ താഴെ കുടുംബശ്രീകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിലെ ഈ വനിതാ സംരംഭകരായിട്ടുള്ള കുടുംബശ്രീകൾ ഏകദേശം ഒരു 15 കുടുംബശ്രീകളായിട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊന്നും അവരുടെ സംരംഭത്വ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നുമില്ല. കുടുംബശ്രീയായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഒന്ന് പറയാനുള്ളത്. പഞ്ചായത്തിലെ പൊതുജലാശയങ്ങളുടെ സംരക്ഷണം, കനോലി കനാലിൻ്റെ ഒരു ഭാഗമൊക്കെ കടന്നു പോകുന്ന പഞ്ചായത്താണ്. അതുപോലെ തന്നെ ഏനമാവ് പുഴയും റെഗുലേറ്ററും അടക്കമുള്ള പഞ്ചായത്തിന് അതിരിടുകയും പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുജലാശയങ്ങൾ സംരക്ഷിക്കുന്നതും അതുപോലെ തന്നെ പൊതുകുളങ്ങൾ പോലുള്ളവ വേനൽക്കാലത്തിന് ആവശ്യമായി അവ നിർമ്മിക്കുകയും കൃത്യമായി പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിൽ എത്രത്തോളം ഫലപ്രദമായി പഞ്ചായത്ത് ഇടപെടുന്നുണ്ട്? പഞ്ചായത്ത് പൊതുജലാശയങ്ങളുടെ പ്രവർത്തനത്തില് സംരക്ഷിക്കപ്പെടേണ്ട പ്രവർത്തനം നമ്മളിപ്പോ എനാമക്കൽ റെഗുലേറ്റർ മുതൽ അത് നേരെ എത്തുന്നത് ചേറ്റുവ എത്തി കടലിലേക്ക് പോകുന്ന ഭാഗമാണ്. അവിടുത്തെ
പ്രവർത്തനങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള ഇതില്ല. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കുളങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഏനാമാക്കൽ പള്ളി ഏനാംകുളം എന്ന് പറഞ്ഞ ഒരു കുളമുണ്ട്. ആ കുളത്തിലൊരു ജില്ലാ പഞ്ചായത്തിന്റെ 25 ലക്ഷം രൂപ വെച്ചിട്ട് അത് നീന്തൽക്കുളത്തിനുള്ള പദ്ധതിയുമായി പണി പൂർത്തീകരിച്ച് ആൾക്കാർ ഉപയോഗിച്ചെങ്കിലും വീണ്ടും അതിൽ പുല്ല് വന്ന് ഇപ്പൊ ആൾക്കാർ അതിൽ കുളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് വീണ്ടും അതിന് 7 ലക്ഷം രൂപ അത് മാറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു കുളമാണ് ഏറ്റവും പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കുളം എന്ന് പറയാനുള്ളത്. പിന്നെയുള്ള കുളങ്ങളൊന്നും ഇത്ര വലിയൊരു കുളമല്ല. അങ്ങനെ ചെറിയ കുളങ്ങൾ ഉണ്ടെങ്കിലും അവിടെ മറ്റുള്ള കാര്യമായിട്ട് ഉപയോഗിക്കാത്ത ഒരു സ്ഥലങ്ങളാണ്. ഇവിടെയാണ് പൊതുജനങ്ങൾ കൂടുതലും വന്ന് ഉപയോഗിക്കാറുള്ളത്. അതിന്റെ നവീകരണം ഈ വർഷം തന്നെ പൂർത്തീകരിക്കുന്നതാണ്. എന്തായാലും വളരെ വിജയകരമായ രീതിയിൽ നിരവധി പദ്ധതികൾ പഞ്ചായത്തിന് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. തൊഴിലുറപ്പ്, അതുപോലെ തന്നെ മാലിന്യമുക്ത നവകേരളം, ഡിജി കേരളം എന്നിങ്ങനെ നിരവധി പദ്ധതികൾ പഞ്ചായത്ത് കൃത്യമായി തന്നെ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇനി ഭാവിയിലേക്കായി ഏതെല്ലാം മേഖലകളിലാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം എന്ന് പഞ്ചായത്ത് കരുതുന്നത്? എന്തെങ്കിലും പദ്ധതികൾ ഇത്തരത്തിൽ ഭാവിയിലേക്കായി ആസൂത്രണം ചെയ്തു വെച്ചിട്ടുണ്ടോ? പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത ഒരു വളരെ അടിയന്തരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മേഖലയിൽ 2000-ൽ പര ഏക്കർ കോൾനിലങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് നമ്മൾ സംഭരിച്ചിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ബ്രാൻഡിനെ ഒരു അരി ഇറക്കണം എന്നുള്ള ഒരു പ്രതീക്ഷ 2 വർഷം 3 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായ കാര്യങ്ങളും അടിസ്ഥാനമായ കാര്യങ്ങളും നമ്മളുടെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഒരു മില്ല് വേണം, അത് സംഭരണത്തിനുള്ള ആവശ്യമായ ഗോഡൌൺ വേണം, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ട മെഷീനറി വേണം. ഇത്തരം കാര്യങ്ങൾക്ക് വരുന്ന ഒരു ചെലവ് നമുക്ക് കൈവരിക്കാൻ നമ്മുടെ പഞ്ചായത്തിനെ കൊണ്ട് താങ്ങാവുന്നതല്ല. ആ ഒരു ലക്ഷ്യം കൈവരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പൊ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിലവിൽ നിലനിൽക്കുന്ന ഒരു കാര്യം. മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് വെങ്കിടങ്ങ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പഞ്ചായത്തിൻ്റെ സമഗ്ര വികസന പ്രവർത്തനങ്ങളാണ് പങ്കുവച്ചത്. ഭാവി പദ്ധതികളും അതുപോലെ തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുമെല്ലാം ഇത്തരത്തിൽ തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്നും വിജയകരമാകട്ടെ എന്നും ആശംസിക്കുന്നു. നന്ദി ശ്രീ കൊച്ചപ്പൻ. നന്ദി.